മോളുടെ പേര് ആരാധ്യ. ആഹാ, സുന്ദരി കുട്ടികളായിട്ടുള്ള രണ്ടുപേരും ഒരേപോലെ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. എത്രയല്ലേ പഠിക്കുന്ന മോള്? 6th. മോളോ? 1ായോ? സുന്ദരി കണ്ടോ? ആനകളെ കണ്ടോ? ഇഷ്ടാണോ? ഏതാണ് ഇഷ്ടം? പേര് ഓർമ്മയുണ്ടോ? അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടോ? മോള് കണ്ടോ ആനേനെ? ഏതൊക്കെ ആനേനെ പറഞ്ഞു തരാറുണ്ടോ അച്ഛനും അമ്മയൊക്കെ? ഇത് ആ ആനയാണ്, ഇത് ഈ ആനയാണെന്നൊക്കെ കണ്ടറിയോ? അങ്ങനെ കണ്ടറിയോ? പൂരത്തിന് ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഇങ്ങനെ പൂരത്തിനൊക്കെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടൊക്കെ വാങ്ങിത്തരും അവരൊക്കെ ചോദിക്കാറുണ്ടോ? കാണുമ്പോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല. കളിപ്പാട്ടം കിട്ടിയോ? കിട്ടിയോ? ഇല്ല. നമ്മള് കണ്ടുവച്ചിട്ടുണ്ട് എന്തൊക്കെയോ അല്ലേ? ഇന്നലെ വാങ്ങിയോ? വാങ്ങി തന്നല്ലേ? എന്തേ വാങ്ങി തന്ന്? അമ്മു ആനയെ കണ്ടു ഒന്ന് വന്നപ്പോ ഇങ്ങോട്ട്? ഒരു ആനയൊക്കെ പോയത് കണ്ടുവോ? ആ, പിന്നെ കൊറേ ആന വരാണ്ട് നീ. എന്താണ് കുട്ടികളുടെ പൂരമൊക്കെ മനോഹരമാവട്ടെ. ആഹാ, എല്ലാരും പൂരത്തിന്റെ വൈബിലാണല്ലോ. ഇവിടെ തൃശ്ശൂര് പൂരം പൊളിക്കാന്നുള്ളൊരു കടമയല്ലേ, ടീമാണ്. ഞങ്ങൾ ലേസി വാക്കേഴ്സ് എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ നടക്കണവരാണ്. ജോഗിങ് ഇന്ന് പൂരമാക്കി മാറ്റി. നിങ്ങളെ ഇടന്ന് പൂരം കവർന്നു അല്ലേ? പൂരത്തിന് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വണ്ടി ബ്ലോക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. ആൾക്കാർക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്കാ. എത്ര പേരുണ്ട് നിങ്ങളെ സംഘത്തില്? 13 പേരുണ്ട്. അതില് ഞങ്ങളുടെ ആണോ? എന്താ ഒരു നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഇത്തവണത്തെ പൂരം? ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ട്, പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഇതൊക്കെ ഭംഗിയായിട്ട് അവസാനിക്കും. വെടിക്കെട്ടില്ല എന്നുള്ളൂ. മേളങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റം 15 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു 30 മിനിറ്റ് വരെയൊക്കെ പോകും. അതും ഭംഗിയാവും. എല്ലാവരും ആസ്വദിച്ച് നിൽക്കും. ശരിക്കും പൂരം എല്ലാ വേദനകളെയും മാറ്റും അല്ലേ? മാറ്റും. അത് തൃശ്ശൂർക്കാരുടെ ഒരു ധൈര്യമുണ്ട്. അവർക്ക് നമുക്കൊരു ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഈ പൂരം നടത്തുന്നത് ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണോ? നിങ്ങൾ എന്തായിട്ടാ തോന്നുന്നത്? അല്ല, അതിജീവിക്കാനുള്ള ശ്രമം ഇത് ഒരു കൊല്ലത്ത് പലമണി പൂരത്തിന്റെ അത് നമ്മൾ പ്രയത്നമുണ്ട്. ഇത് നടത്താണ്ടിരിക്കാനും പറ്റില്ല. ഇത് ആചാരമായിട്ട് നടക്കണം, പക്ഷെ നല്ല രീതിയിൽ നടക്കണം. നമുക്ക് ഒരാൾക്ക് വേദന ഇല്ലാണ്ട് ഭംഗിയായിട്ട് നടക്കണം. ഇന്നിപ്പോൾ ഈ ചൂടുണ്ട്, ഇനിയിപ്പോൾ ആനയ്ക്ക് എത്തുന്നൊന്നും അറിയില്ല. ഇതൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ ഇവരെല്ലാം മുൻകൈ എടുത്തിട്ട് ഭംഗിയായിട്ട് പൂരം നടത്താൻ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. എന്താണ് നിങ്ങളൊക്കെ ഇത്തവണത്തെ പൂരത്തിൽ ഏറ്റവും വലിയൊരു കാത്തിരിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ വർഷവും ഒരേപോലെ തന്നെ ആണെങ്കിൽ പോലും ഏറ്റവും ആസ്വദിക്കുന്ന എന്താ? വെടിക്കെട്ടാണ് ഞങ്ങളുടെ മേളം കഴിഞ്ഞ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ്. ആ കാത്തിരിപ്പ് നമ്മൾ ആ സങ്കടത്തിൽ ഞങ്ങൾ അതൊക്കെ മാറ്റിവെച്ചു. ഇത്തവണ മേള ആസ്വദിക്കാം. കുടമാറ്റവും ഇതാണെങ്കിലും തൃശ്ശൂരുകാരാണ് അവര്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. അതെ, അത് തന്നെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ വന്നത്. കാരണം ഇവരിങ്ങനെ അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് ഈ വടക്കുന്നാഥന്റെ സ്വന്തം ആളുകളായി ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നവരാണ് എന്നുള്ളതാണ്. അത് വിദേശികളടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാവരുടെയും ഒരു ഒത്തുചേരലിന്റെ സംഗമത്തിന്റെ ഒരു സ്ഥലം കൂടിയാണ്. വർഷത്തിൽ ഒരിക്കലും മാത്രം കണ്ട് പിന്നെ എവിടെ സ്വന്തം ഇതിലേക്ക് തിരിച്ചുപോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വിദേശികളൊക്കെ ആകർഷിക്കുന്നതേ ഒരൊറ്റ ചിത്രം മതി. ഈ പൂരത്തിന്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്നതും ഈ ആനകളെ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്നതും ഒക്കെ വിദേശികളെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ കാഴ്ചയാണ്. വിദേശികൾ മലയാളികളെ സംബന്ധിച്ച് തന്നെ അത്രയും സന്തോഷിപ്പിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ സ്വാഭാവികമായും വിദേശികളെ സംബന്ധിച്ച് കൗതുകമുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഇഷ്ടം പോലെ നമുക്ക് എവിടെ നോക്കിയാലും ഏതെങ്കിലുമൊക്കെ വിദേശികളെ എപ്പോഴും കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഗോപുരത്തിന്റെ കാഴ്ച കൂടിയെന്ന് ദിനേഷ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഈ ഒരു തെക്കേ ഗോപുരം പൂക്കള് മാലകളൊക്കെ അങ്ങ് വെച്ച് കൊടയെല്ലാം വെച്ച് മനോഹരമാക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ തെക്കേ ഗോപുരം നട പൂരത്തിന്റെ അന്നും ശിവരാത്രിക്ക് മാത്രമാണ് തുറക്കുന്നത്. ഇന്നത്തെ ഏറ്റവും മനോഹരമായ ഒരുപാട് ഫ്രെയിമുകൾക്ക് പശ്ചാത്തലമാകാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് തെക്കേ ഗോപുരം. അതുകൊണ്ട് തന്നെ അത് മനോഹരമാക്കുകയാണ്. മാലകളും പൂക്കളും ഒക്കെ ആയിട്ട് മനോഹരമായ കുടകളൊക്കെ വെച്ച് എന്നാണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഇവിടെ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കാം. ബാക്ക് ടു സ്റ്റുഡിയോ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.